ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. 2025 പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ ഒരു വർഷം, അതായത് 2024 തുടക്കത്തിൽ ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്ത് മുൻപോട്ടേക്ക് പോകുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ മെജോറിറ്റി ആളുകളും ഇത്തവണ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഈ ഒരു ഡിസിഷൻ പ്രോപ്പർ ആയിട്ട് എടുക്കുക. എന്തൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് എനിക്ക് തെറ്റ് പറ്റിയതെന്ന് മനസ്സിലാക്കുക. അത് റെക്ടിഫൈ ചെയ്ത് മുൻപോട്ടേക്ക് പോകാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും ആദ്യം വേണ്ടത് നിങ്ങളുടെ ചിരിച്ച ഒരു മുഖമാണ്. നിങ്ങൾ ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നതോറും നിങ്ങളുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളും, ഹാപ്പി ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും. നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ടും സാധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. പ്രഗ്നന്റ് ആകാനായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്ട് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവുലേഷൻ ഡേറ്റ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തവരെ എപ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട്. അതായത് ഇറഗുലർ പീരീഡ്സ് ആണ് നിങ്ങൾക്കെങ്കിൽ പീരീഡ്സ് ആയതിന്റെ ഒരു 10th ഡേ മുതൽ അടുത്ത പീരീഡ്സ് നിങ്ങൾ എപ്പോഴാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിന്റെ ഒരു 10th ഡേ മുൻപ് വരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫോളോ ചെയ്യുന്നവർക്ക് അത് ഫോളോ ചെയ്യാം. അതിന് താഴെ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞാനും ഹസ്ബൻഡും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്, പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് ഹസ്ബൻഡിന് താല്പര്യമില്ല. എനിക്കാണെങ്കിലും അങ്ങനെ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് താല്പര്യമില്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചവരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സെമൻ അനാലിസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സെമൻ ആണെങ്കിൽ കുറഞ്ഞത് 5 ദിവസമെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ അത് നിൽക്കും. അതുകൊണ്ട് തന്നെ ഓവുലേഷൻ നടക്കുന്ന ആ ഒരു ടൈം പീരീഡിന് മുൻപ് മുതൽ തന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസത്തിന് ശേഷമോ അല്ലെങ്കിൽ 3 ദിവസത്തിന് ശേഷമോ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുക. പക്ഷേ മാക്സിമം ഓവുലേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ ഓൾട്ടർനേറ്റീവ്ലി, അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുക. അതിനേക്കാളും കൂടുതൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്താലേ നമുക്ക് പ്രഗ്നൻസി നാച്ചുറലി കിട്ടുകയുള്ളൂ. അല്ലാത്തവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് IVF പോലുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോ കൃത്യമായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുക. അത് നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിച്ച് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രോപ്പറായിട്ട് പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം മുതൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. അത് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് വേണമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ഹാപ്പി ആയിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മാസങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണോ ഹാപ്പി ആയിട്ടിരുന്നത് ആ ഒരു രീതിക്ക് മാത്രം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓവുലേഷൻ ഡേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാനോ അതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ദിജോസ് വേൾഡ് ഓവുലേഷൻ കാൽക്കുലേഷൻ എന്നും അതല്ലെങ്കിൽ ദിജോസ് വേൾഡ് ഫിസിക്കൽ കോണ്ടാക്ട് എന്നും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റിലേറ്റഡ് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൈക്കിൾ ലെങ്ത് നിങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ട് കമന്റ് ഇടുക. ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണോ ചെയ്യുന്നത് അതിന് താഴെ നിങ്ങൾ കമന്റ് ഇടുക. സൈക്കിൾ ലെങ്ത് പറയാതെ എന്റെ പീരീഡ്സ് ആയത് ഈ ദിവസമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾ അയക്കരുത്. സൈക്കിൾ ലെങ്ത്, അതായത് ഒരു ദിവസം കൃത്യമായിട്ട് ഏത് സമയത്താണോ എത്രാമത്തെ ദിവസമാണോ നിങ്ങൾക്ക് പീരീഡ്സ് വരുന്നത് ആ ദിവസത്തെ എണ്ണി നിങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ അതാണ് പ്രോപ്പർ ആയിട്ടുള്ള കോണ്ടാക്ട് ആണ് ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും സ്പേമിന്റെ ക്വാളിറ്റി കുറയുകയോ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള സ്പേം ഒക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതിന്റെ പ്രൊഡക്ഷൻ ഓരോ ദിവസവും അത് കൂടിക്കൊണ്ടിരിക്കും, ക്വാളിറ്റി അതിന്റെ കൂടിക്കൊണ്ടിരിക്കും. കൃത്യമായിട്ട് ജാക്കുലേഷൻ സംഭവിച്ചു പോകും തോറും അത് റീസ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ്, ക്വാളിറ്റി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരിക്കലും നിങ്ങൾക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി നോക്കുന്നവരാണെങ്കിൽ നോക്കി നിങ്ങൾക്ക് മതിയായെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം 2 മാസമെങ്കിലും നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കുക എന്ന് പറയുമ്പോഴേക്കും പലരും വിഷമിക്കാറുണ്ട്, ചേച്ചി ഇപ്പോഴേ എനിക്ക് ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ഞാൻ ബ്രേക്ക് എടുക്കണോ എന്ന് ആലോചിച്ചിട്ട് പിന്നെയും ടെൻഷനോട് കൂടി തന്നെ അടുത്ത മാസത്തിലോട്ട് നമ്മൾ കാലെടുത്ത് വെക്കും. അങ്ങനെ നിങ്ങൾക്ക് ടെൻഷൻ ആകും തോറും ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ആകും. ഈ സ്ട്രെസ് ഹോർമോൺസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ പ്രവർത്തനത്തെ എല്ലാത്തിനെയും ഒന്ന് സ്ലോ ഡൗൺ ആക്കും. അങ്ങനെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി അവിടെ കിട്ടാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ടൈം എടുക്കും. എഗ്ഗ് വളരില്ല, ഇംപ്ലാന്റേഷൻ ലൈനിങ് കൃത്യമാവില്ല, കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആയിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടാതിരിക്കും. അപ്പോൾ നിങ്ങൾ 2 മാസം കൃത്യമായിട്ട് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ഇതിനെ പറ്റിയൊരു കാര്യം ചിന്തിക്കുകയും ചെയ്യരുത്. പ്രഗ്നൻസി ആണോല്ലോ, നോക്കണമല്ലോ, എന്താകും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരുന്ന്
നിങ്ങൾക്ക് മനസ്സിന് എന്തൊക്കെയാണോ ഇഷ്ടം ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഒരുപാട് ആളുകളുണ്ട് ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും. ഒരു കാര്യങ്ങളും കൃത്യമായിട്ട് ഒരുപാട് ശ്രദ്ധിച്ച് നമ്മൾ മുൻപോട്ടേക്ക് പോകും. അതെല്ലാത്തിനും നിങ്ങളൊരു അയവ് കൊടുത്തിട്ട് പണ്ടത്തെ നിങ്ങൾ എങ്ങനെയാണോ ആ രീതിക്ക് ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് വേണ്ട സമയത്ത് നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക കേട്ടോ. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പീരിയഡ് സൈക്കിളിനെ മോണിറ്റർ ചെയ്യുക. ഈ പീരിയഡ് സൈക്കിളാണ് നിങ്ങളുടെ ഫെർട്ടിലിറ്റിയുടെ ഒരു കീ എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ നിങ്ങളൊരു അമ്മയാകാനായിട്ടുള്ള സാധ്യതയെ അഫക്ട് ചെയ്യും. നമുക്ക് കൃത്യമായിട്ടുള്ള ബ്ലീഡിംഗ് ആണോ വരുന്നത്, എത്ര ദിവസം കൂടുമ്പോഴാണ് ബ്ലീഡിംഗ് വരുന്നത്, അത് ഇറഗുലർ ബ്ലീഡിംഗ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മോണിറ്റർ ചെയ്യുക. എത്രത്തോളം ബ്ലീഡിംഗ് ഉണ്ടാവുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. 21 ദിവസത്തിനേക്കാളും കുറവും 35 ദിവസത്തിനേക്കാളും കൂടുതലും മെൻസ്ട്രൽ സൈക്കിൾ പോകുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു മാസത്തിൽ 28, ഒരു മാസം 35, പിന്നെ 30, അങ്ങനെ വ്യക്തമല്ലാത്ത രീതിക്ക് നിങ്ങൾക്ക് സൈക്കിൾ പോകുന്നുണ്ടെങ്കിൽ അതും ഒരു ഇറഗുലർ പീരിയഡ്സിന്റെ ലക്ഷണമാണ്. അങ്ങനെ പോകുന്നവരും കൃത്യമായിട്ട് ഒരു ഡോക്ടറെ സമീപിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുക. എന്തുകൊണ്ടാണ് പീരിയഡ്സ് ഇറഗുലർ ആയി പോകുന്നതെന്ന് ഫസ്റ്റ് തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാം. നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. എന്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അത് ആഡ് ഓൺ ആയിട്ടൊരു ബെനിഫിറ്റ് നിങ്ങളുടെ ശരീരത്തിൽ തരുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. പഴങ്ങളൊക്കെ ധാരാളം കഴിക്കുക. പച്ചക്കറികളും നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ നട്ട്സ് കഴിക്കുക, മുട്ട കഴിക്കുക, പാല് കഴിക്കുക, പാല് കുടിക്കുക, അതുപോലെ വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുന്നത് നിങ്ങൾ കുറയ്ക്കുക. ചിലവരോട് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് പറയാറുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് PCOD ഉള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ ഷുഗറിന്റെ മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിലോ ഡോക്ടേഴ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മാസത്തിൽ നിങ്ങൾ 4 തവണ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ അതൊന്ന് കുറച്ച് 2 തവണ ആക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം പുറത്തു നിന്നുള്ള പല ഭക്ഷണങ്ങളും ഹെൽത്തി ആയിട്ടുള്ള വഴി കൂടി ആയിരിക്കില്ല കുക്ക് ചെയ്തിട്ടുണ്ടാവുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കണ്ടന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ ഓയിലൊക്കെ നല്ലതുപോലെ ആയിരിക്കില്ല കുക്ക്ഡ് ആയിട്ടുണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളത് ഹെൽത്തി അല്ല നിങ്ങൾക്കെന്ന് പൂർണ്ണമായിട്ടുള്ളൊരു ബോധത്തിൽ നിങ്ങളത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എക്സസൈസ് ചെയ്യുക. നമ്മൾ ഒരിക്കലും സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാതിരിക്കുക. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആകും. പ്രഗ്നന്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ടത് ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ആയിട്ടുള്ള എക്സസൈസുകളാണ്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓവറീസിലോട്ടും ഫലോപ്പിയൻ ട്യൂബിലോട്ടും അതുപോലെ സെർവിക്സിലോട്ടും ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. അങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് എളുപ്പത്തിൽ കൺസീവ് ആക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുവെന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതെല്ലാം ഫോളോ ചെയ്തിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പ്രഗ്നന്റ് ആയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള എക്സസൈസുകൾ മാത്രം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വെയിറ്റ് ലോസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ വണ്ണം കുറച്ചതിന് ശേഷം നിങ്ങൾ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ദേഹം ടയേർഡ് ആകുന്നതും ഒരുപാട് ഫാറ്റ് ബേണിങ്ങും ആയിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുക കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ലൂബ്രിക്കൻസ് ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കുക. പലരും ചെയ്യുന്നൊരു കാര്യമാണ് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് വജൈനൽ ഏരിയ ഡ്രൈ ആകുമ്പോഴേക്കും നിങ്ങളുടെ ഉമിനീരോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നാച്ചുറലി ഉപയോഗിക്കുന്ന ഈ ലൂബ്രിക്കൻസ് ആണെങ്കിലും സ്പേമിന്റെ കൃത്യമായിട്ടുള്ള മൂവ്മെന്റിനെ അത് അഫക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലൂബ്രിക്കേഷൻ കിട്ടി ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും സ്പേമിന് കൃത്യമായിട്ട് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒരു കോണ്ടാക്ട് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഹാംഫുൾ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും സ്ത്രീക്ക് ഉണ്ടാവില്ല. നേരെ മറിച്ച് പ്രഗ്നൻസി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ലൂബ്രിക്കൻസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വജൈനൽ ഏരിയ ഡ്രൈ ആണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ എടുക്കുക. അതുപോലെ തന്നെ ലൂബ്രിക്കന്റ് ആണെങ്കിൽ സ്പേം ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൂബ്രിക്കന്റ് ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
2025 തുടക്കത്തിൽ തന്നെ ഒരു ഹെൽത്തി പ്രഗ്നൻസി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതോടൊപ്പം തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടും ഒക്കെ ഇരിക്കുക കേട്ടോ. അങ്ങനെ തന്നെ നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും. നമ്മളെ ഡൗൺ ആക്കാനും കുഞ്ഞായില്ലേ എന്ന് ചോദിച്ച് നമ്മളെ ഡിപ്രഷനിലാക്കാനും ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാകും. ആ ഒരു യാഥാർത്ഥ്യം ഓരോ സ്ത്രീയും മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ എല്ലാവരും താമര നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? താമര തെളിഞ്ഞ് ആ റൂട്ട് അതിന്റെ പൊങ്ങി വരുന്നത് ചെളിയിൽ നിന്നാണ്. ആ ചെളിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും കുറച്ചൊന്ന് ഉയരത്തിലാണ് താമര നിൽക്കുന്നത്. നിങ്ങളുടെ മൈൻഡും എപ്പോഴും അതുപോലെ ആയിരിക്കണം. നമ്മളെ നെഗറ്റീവ് ആക്കാനും നമ്മളെ തളർത്താനും നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാകും. ഒരുപാട് ചെളികൾ ഉണ്ടാകും അതിൽ നിന്നെല്ലാം പൊങ്ങി എത്രത്തോളം പൊങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ സൂക്ഷിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം നിങ്ങൾ ഹാപ്പി ആയിരിക്കും. അത്രത്തോളം എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ടും സാധിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.